ശ്രീ മോഹൻലാൽ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ആദ്യം തന്നെ ലാലേട്ട, അഭിനന്ദനങ്ങൾ. ഈ സന്തോഷം ഓരോ മലയാളികളും ആഘോഷിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. എങ്ങനെയാണ് ലാലേട്ടൻ ഈ സന്തോഷം മലയാളികളുമായി, ഓരോ ആരാധകരുമായി പങ്കുവെക്കുന്നത്? ആദ്യമായിട്ട് എന്താ പറയണ്ടേ, ഇതൊരു സന്തോഷത്തിനപ്പുറം മലയാള സിനിമയ്ക്ക് ലഭിച്ച പരമോന്നത അംഗീകാരമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. അല്ലേ, അതുകൊണ്ട് തന്നെ ഞാനിത് ശരിക്കും മലയാള സിനിമ പ്രവർത്തകർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. എന്നെ ഞാനാക്കി മാറ്റിയ പ്രേക്ഷകര്, എന്റെ കൂടെ പ്രവർത്തിച്ചവര്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരെ, ഇനി പ്രവർത്തിക്കാൻ പോകുന്നവര്, എല്ലാവർക്കുമുള്ള ഒരു അംഗീകാരമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. പിന്നെ ഇതിന്റെ ഒരു ജൂറിയെ ഞാൻ എന്താ പറയണ്ട, എന്നോട് നന്ദി പറയുന്നു. ഇന്ത്യൻ ഗവൺമെന്റിനോട് ഞാൻ നന്ദി പറയുന്നു. എന്നെ ഞാനാക്കി മാറ്റിയ ഓരോ മലയാളികളോടും, എന്റെ പ്രേക്ഷകരോടുള്ള നന്ദി. ഇതൊരു എപ്പോഴും നമ്മുടെ ജീവിതം, എപ്പോഴും 48 വർഷത്തെ ഈ ജീവിതത്തിൽ ലഭിക്കുന്ന പല വിസ്മയങ്ങൾ ഒന്നായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. കാര്യം ഇത് സിനിമയില് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പൊ അത് എനിക്ക് കിട്ടാന്ന് പറയുന്നത് തന്നെ ഒരു ഈശ്വരാധീനമായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ്. തലമുറകളെ പ്രചോദിപ്പിച്ച നടൻ, ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ സുവർണ സ്ഥാനം എന്നിങ്ങനെയാണ് ഈ വാർത്ത വരുമ്പോൾ ആ കുറിപ്പിൽ ലാലേട്ടനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഞാൻ എന്താ പറയാ, അതൊക്കെ എന്റെ വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. അതാണ് ഞാൻ പറയുന്നത്, 48 വർഷമായിട്ട് എന്നോടൊപ്പം സഞ്ചരിച്ച എല്ലാവർക്കും, അതില് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എത്രയോ ആൾക്കാരുണ്ട്. അവർക്കും എന്റെ കുടുംബത്തിനും, എന്റെ മാതാപിതാക്കളോടും, എന്റെ കുടുംബത്തിനോടും, എന്റെ സ്നേഹിതരോടുള്ള എല്ലാവർക്കുമുള്ള നന്ദി ഞാൻ ഈ കോൺവെർസേഷനിലൂടെ അറിയിക്കുകയാണ്. തീർച്ചയായും ലാലേട്ട, സത്യജിത് റേ, മൃണാൾ സെൻ, ലതാ മങ്കേഷ്കർ, അമിതാഭ് ബച്ചൻ, അവരുടെ പേരുകൾക്കൊപ്പം മോഹൻലാൽ എന്ന പേരും എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു. മഹാരഥന്മാർ നടന്ന വഴിയിൽ നമുക്കും അതിന്റെ ഒപ്പം നടക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് വലിയ നേട്ടം തന്നെയാണ്. അപ്പൊ അതന്നെയാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും വലിയ ഒരു അംഗീകാരം തന്നെയാണ് അത്. അങ്ങനെ സംഭവിച്ചു. ഈശ്വരനോട് ഞാൻ നന്ദി പറയുന്നു. ആർക്കാണ് ഈ വലിയ പുരസ്കാരം, രാജ്യത്തെ തന്നെ പരമോന്നത പുരസ്കാരം ചലച്ചിത്ര മേഖലയിലെ താങ്കൾ സമർപ്പിക്കുന്നത് ആർക്കാണ്? ഞാൻ മലയാള സിനിമയ്ക്ക് തന്നെയാണ് സമർപ്പിക്കുന്നത്. തീർച്ചയായിട്ടും മലയാള സിനിമയിലെ മൺമറഞ്ഞു എത്രയോ കലാകാരന്മാരുണ്ട്. അവർക്കൊക്കെ അവരോടൊരു ഗുരുത്വമായിട്ട് ഞാൻ ഇതിനെ സമർപ്പിക്കുകയാണ്. മലയാള സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു പരമോന്നത ബഹുമതിയായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. മലയാള സിനിമയ്ക്ക് വേണ്ടി ഞാനിത് സമർപ്പിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ അഭിനന്ദനങ്ങൾ അറിയിച്ചിരിക്കുന്നു. ഇത് ഇപ്പോൾ നിരവധി പേർ താങ്കളെ, ലാലേട്ടനെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകും. ഏറ്റവും മൂല്യവത്തായി കാണുന്ന, അല്ലെങ്കിൽ ഏറ്റവും സന്തോഷം നൽകുന്ന അഭിനന്ദനം ആരുടെ ഭാഗത്തു നിന്നുമുള്ളതാണ്? എല്ലാ അഭിനന്ദനങ്ങളും, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അതില് വേറെ വേർതിരിവുകളില്ല. എന്നെ വിളിച്ച, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ സാധിച്ച എല്ലാവരോടും ഞാനുള്ള ആ അഭിനന്ദനങ്ങൾക്കെല്ലാം ഞാൻ വില കൊടുക്കുന്നു. ഇപ്പൊ എന്നെ വിളിക്കാത്തവരുണ്ട്, മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവർക്കൊക്കെ ഈ ഒരു കോൺവെർസേഷനിലൂടെ ഞാൻ എന്റെ നന്ദി അറിയിക്കുകയാണ്. ലാലേട്ട, 23-ന് പുരസ്കാരം വാങ്ങാൻ പോകണം. ഇപ്പോൾ മദ്രാസിലാണെന്നാണ് അറിയുന്നത്. കേരളം കാത്തിരിക്കുകയാണ് ലാലേട്ടൻ എപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. എപ്പോഴാണ് കേരളത്തിലേക്ക് എത്തുക? പുരസ്കാരം വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ ലാലേട്ട, ഒറ്റ കാര്യം കൂടി, ഈ സമയം എന്ന് പറയുന്നത് ലാലേട്ടനെ സംബന്ധിച്ച് എത്രമാത്രം പ്രധാനമാണ്? ഓരോ ചിത്രങ്ങളും ബമ്പർ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ കരിയറിലെ ഏറ്റവും നല്ല സമയം, ആ സമയത്ത് തന്നെ ഏറ്റവും പരമോന്നതമായ പുരസ്കാരം കൂടി എത്തുന്നു. അതിന് എന്താ, സമയത്തിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. എപ്പോഴും നല്ല സമയമാണ്, എല്ലാവർക്കും നല്ല സമയം തന്നെയാണ്. അതിൻ്റെ ഒരു ഭാഗമായി മാറുന്നു എന്നുള്ളതാണ്. അപ്പം അതില് നമ്മൾ ഈശ്വരനോട് നന്ദി പറയുക എന്നുള്ളതല്ലാതെ എന്റെ മാതാപിതാക്കളോട് നന്ദി പറയുന്നു. ഒരു കാര്യം കൂടി ഇത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളാം. ലാലേട്ട, എപ്പോഴും നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാകണമല്ലോ. ഇപ്പോൾ ലാലേട്ടനിൽ നിന്ന് ഓരോ പ്രേക്ഷകരും ഇനിയും ധാരാളം പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപാട് കാണാനുണ്ട് ഞങ്ങൾക്കെല്ലാം മോഹൻലാൽ എന്ന നടനെ. ഇനി ഉള്ള ലക്ഷ്യം എന്താണ്? രാജ്യത്തെ ഏറ്റവും വലിയ പുരസ്കാരവും നേടിക്കഴിയുമ്പോൾ ഇനിയുള്ള ലക്ഷ്യം എന്താണ്? കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന മേഖലയിൽ. നമുക്ക് കിട്ടുന്ന ഓരോ പുരസ്കാരങ്ങളും മുന്നോട്ടുള്ള യാത്രയിലെ വളരെയധികം ഒരു ഉത്തരവാദിത്വം ഇത് നമ്മളെ ഏൽപ്പിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് കഴിയുന്നിടത്തോളം പ്രേക്ഷകർക്ക് എന്നാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഉത്തരവാദിത്വം കൂടെ എന്നിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ അവാർഡ് വഴി. ഇതിനപ്പുറം ഒരു ലക്ഷ്യം വരട്ടെ. എന്താണ് സംഭവിക്കുന്നത് അറിയില്ലല്ലോ. നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. എല്ലാവർക്കും അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ നന്ദി. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. എന്തായാലും താങ്ക് യു വെരി മച്ച്.
ഓരോ മലയാളിയും അഭിമാനത്തോടെ കാണുന്ന നിമിഷമാണ്. മദ്രാസിലാണ് പുരസ്കാരം ഏറ്റുവാങ്ങാൻ പോകും, അതിനുശേഷം കേരളത്തിലേക്ക് എത്തും എന്നതാണ്. ഞാൻ ആദ്യം പുരസ്കാരം വാങ്ങട്ടെ എന്നതാണ് മോഹൻലാൽ പറയുന്നത്. എന്തായാലും ഓരോ മലയാളിയും അഭിമാനത്തോടെ കാത്തു നിൽക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വരവ് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു നിമിഷം കൂടിയാണ്.